എല്ലാവരും സുഖായിരിക്കുന്നുന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണത് കഴിക്കാനായിട്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. നല്ലൊരു നാടൻ പലഹാരമാണ് കേട്ടോ. ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് അവലിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ചുവന്ന അവലാണ് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വെള്ള അവല കിട്ടുന്നതെന്ന് വെച്ചാലും കുഴപ്പമില്ല. അത് വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം. ചെറുതായിട്ട് ഇതൊന്ന് വറവായിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് വറവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. ഞാനപ്പോൾ 3/4 കപ്പ് റവയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് ട്ടോ. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് ഇതും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പീനട്ടാണ്. ഞാനപ്പോൾ ഒരു 1/4 കപ്പ് പീനട്ടാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അതായത് നമ്മുടെ നിലക്കടല കപ്പലണ്ടി എന്നൊക്കെ പറയില്ലേ അതാണ് ട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് റോസ്റ്റഡ് പീനട്ടാണ് ട്ടോ. അതുകൊണ്ട് നമുക്ക് ഒരുപാട് അങ്ങനെ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് 1/2 കപ്പ് നാളികേരം ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ആ നാളികേരത്തിൻ്റെ നനവൊക്കെ പോയിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വറവായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട് ട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള ശർക്കരപ്പാനി ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു പാനിലേക്ക് 300 ഗ്രാം ശർക്കരയാണ് ട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം നല്ലപോലെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ടോ ശർക്കരയെല്ലാം നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ എടുക്കുന്നതിലേക്ക് മുൻപായിട്ട് ഒന്ന് അരിച്ചിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഒരു മിക്സഡ് ജാർ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ വറുത്തെടുത്തുള്ള അവലൊക്കെ ഇല്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ റെഡിയാക്കി എടുത്തുള്ള ശർക്കരപ്പാനില്ലേ അത് ചൂട് പോയതിന് ശേഷമാണ് ട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഒരു 1.5 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഇതിലേക്ക് ഇപ്പോൾ ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുകൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. നല്ല ഫൈൻ പേസ്റ്റ് പോലെയൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് അരഞ്ഞ് കിട്ടിയാൽ മതി. അപ്പോൾ ഞാനൊന്ന് ചെയ്തെടുക്കട്ടെ. കണ്ടോ ഇപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ പേസ്റ്റ് പോലെ ആയിട്ടില്ല. അതാ ഈ ഒരു രീതിയിലാണ് ട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അരച്ചെടുക്കുമ്പോൾ അരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഒരു 2 3 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനിയോ ഇല്ലയെന്നുണ്ടെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള അവലിന് റവയ്ക്കൊക്കെ അനുസരിച്ചിട്ട് ശർക്കരപ്പാനിയുടെ അളവിലൊക്കെ വ്യത്യാസം വരിക കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഇങ്ങനെ തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 1/2 കപ്പ് ശർക്കരപ്പാനി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുന്നതെന്ന്. ആ ബാക്കിയുള്ള ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ദേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ള അവലും റവയൊക്കെ ഒന്ന് കുതിർന്നൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് റവയെല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റായിട്ടൊക്കെ കിട്ടും. അപ്പോൾ അത് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് പീനട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 3 ടേബിൾ സ്പൂണോളം റോസ്റ്റഡ് പീനട്ടാണ് കേട്ടോ. അപ്പോൾ റോസ്റ്റഡ് ആയതിൻ്റെ പേരിൽ തന്നെ നമ്മളിനി ഇതിലിട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അങ്ങനെ ഒരുപാട് അങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് റൈസിൻസ് കൂടി ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് ഇതും ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ റൈസിൻസ് എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ഈ സ്നാക്ക് എന്തിലാണ് റെഡിയാക്കി എടുക്കുന്നത് ആ പ്ലേറ്റ് എടുക്കുക. ഞാൻ ദാ ഇതുപോലെ ഒരു ചെറിയ പ്ലേറ്റിലാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ബൗളിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ട്രേയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് റെഡി ആയിട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്ന് വിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ദാ ഇതുപോലെ ചെറിയൊരു പ്ലേറ്റ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലും നമുക്ക് നെയ്യ് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി ഇത് രണ്ടും ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ആ ബാറ്ററില്ലേ അതെടുക്കാം. അപ്പോൾ കണ്ടോ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ റവയൊക്കെ ഒന്ന് കുതിർന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി ചെറുതായിട്ടൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം ദേ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നോക്കി നമ്മുടെ ബാറ്റർ കണ്ടോ? ഈ ഒരു രീതിയിൽ വേണ്ട നമുക്ക് കിട്ടാനായിട്ട്. ഒരുപാട് തിക്കുമല്ല എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ദാ ഇതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പ്ലേറ്റില്ലേ അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇനി സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ഞാൻ സ്റ്റീമറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ പ്ലേറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം കേട്ടോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പീനട്ടൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ 2 മിനിറ്റ് കഴിയട്ടെ. അതിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പീനട്ട് റൈസൻസില്ലേ അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഇതിലേക്ക് പീനട്ടൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് നേരം ഇത് ചൂട് പോകാനായിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കിയുള്ള ബാറ്റർ നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും ഞാനൊന്ന് സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ പ്ലേറ്റിൽ നിന്ന് ഇതെടുക്കാം. കണ്ടോ നന്നായിട്ട് തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ആയുള്ള ഒരു സ്നാക്കാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് കമൻസ് ഒക്കെ പറയണം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.